ഇരുന്നത് അതന്നെ. അയ്യോ എന്തും. അപ്പൊ നമ്മുടെ പ്ലാറ്റിന് കൂട്ടനെ കുടിച്ചിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് എന്തിട്ടാണെങ്കിലേ അവനെന്തും കാരണം കൂടിയാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ. നമ്മുടെ പറമ്പിൻ്റെ എങ്ങോട്ട് കടക്കണോടത്തേക്ക് പുല്ലായി തുടങ്ങി. പുല്ല് ഇപ്പം ചെത്തിയില്ലെങ്കിൽ ആകെ കാട് പിടിച്ചോണാവേ. അപ്പോൾ ഷായിട്ടൻ പറമ്പിലത്തെ അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ച് സമയം ഇവിടെ ചെത്തട്ടത് പണ്ട് ഇങ്ങോട്ട് ചെത്താൻ വന്നിട്ടുള്ളതാണ്. അതാണെങ്കിലോ ചെത്തിയാലും അവസാനിക്കാത്ത സൈസ് ഒരു പുല്ല്. കാരണം അതിൻ്റെ വേരൊക്കെ ഭയങ്കര അടീന്നാണ് വന്ന് നോക്കണേ. പിന്നെ നമ്മുടെ ഈ റോട്ടിലെ നമ്മൾ കൊണ്ടിട്ടുള്ളതാണെങ്കിൽ വേസ്റ്റുകളാണ്, അതായത് കല്ലിൻ്റെയും ചരലും ഒക്കെയാണ്. അപ്പോൾ ചെത്താനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചതുരപ്പയറിൻ്റെ പന്തൽ വീണു. അപ്പോൾ അതൊന്ന് നേരെയാക്കണം. നല്ല വെയിറ്റ് ഉണ്ട്, പൊക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. സൈഡ് നമുക്ക് ശ്രമിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അയ്യോ നമ്മുടെ അമ്മരേക്ക് കൂടി കിട്ടുന്നില്ലല്ലോ. അയ്യോ നമ്മുടെ ഞാൻ അവിടുന്ന് കൊത്ത വേപ്പാണെങ്കിലോ നമ്മള് ഇതിട്ട് പറയാ പതി വേപ്പുണ്ടാവണം. അവിടെ വീട്ടിലത്തെ പറമ്പിലേ നിറയെ വേപ്പാണ്. ഈ പറമ്പിൽ ഒരു വേപ്പ് ഉണ്ടാവാത്തൊരു പറമ്പായിരുന്നു നമ്മളിവിടെ വരണ വരെ. പക്ഷെ നമ്മളിവിടെ വന്നു തുടങ്ങിയപ്പോൾ നോക്കി നിറച്ച് വേപ്പാ. ഇത് വേപ്പ് അത് എന്തൊരു നല്ല ഇലകളാണ്. അതന്നെ വേപ്പ്. അതിലപ്പുറത്ത് നോക്കിയാൽ എന്തൊരു ഭയങ്കര ഇലയാന്നറിയോ. വേഗണ്ടോ നിറച്ച് വേപ്പാ. ഈ മാവിന്റെ ചുറ്റും വേപ്പ്. ഇതേപോലെയാ ഈ വേപ്പൊന്നും നമ്മൾ വെച്ചിട്ടുള്ളതല്ല, തന്നെ മുളച്ചിട്ടുള്ളതാണ്. അതായത് കിളികളൊക്കെ ഇതിന്റെ വേപ്പും കൂരൊക്കെ തിന്നോട്ടെ അങ്ങനെ ഇട്ടിട്ടാവണം. തന്നെ മുളച്ച് വരുന്നതാട്ടെ. നമുക്ക് എല്ലാം കുറെ കഴിഞ്ഞിട്ട് വേപ്പും കാടാവാം. അതേപോലെ വേപ്പിട്ടാവണേ. അപ്പൊ നമുക്കതേ അവിടെ നിൽക്കാം. അത് പൊക്കാനായിട്ട് ഞാനും കൂടി ഹെൽപ്പ് വേണം. രണ്ടുപേരായാലും തന്നെ നടക്കാവോ എനിക്ക് നോക്കട്ടെ. വിചാരിച്ചപ്പോ രസായിട്ടാ അല്ലേ. ആദ്യം ഇവിടുത്തെ കമ്പീര അമർത്താം. അതെ ഇപ്പോഴും എവിടെയാ ആക്കട്ടെ. എന്റെ കുറച്ച് അമർത്തിയില്ല, ഈ സൈഡ് വന്ന് അമർത്തണ്ടേ കേട്ടാ. അതുപോലെ ഈ കമ്പീനെ കൂടി നീക്കാം. അയ്യോ ഈ കമ്പീനെ നീക്കല്ലേ പോരണോ. സൈഡ് അതിന്റെ കടക്കിലാ. അല്ല ആക്കാൻ പറ്റി പൊക്കി. അതേനെ എല്ലാ അടിയിലേക്ക് പെട്ടെന്ന് ഇടുന്നതാണോ പോലെ പറ്റില്ലേ. ഈ കായിട്ട് താമസിക്കാൻ പറ്റിട്ടാ. പോയി. അയ്യോ ഇത് അഭിയനല്ലേ അല്ലേ. കുഴപ്പമില്ല. കാരണം കൊത്തമ്പര ഉണ്ടായി തുടങ്ങി. ഇതുമ്പോ പൂവായിട്ടുള്ളൂ. ഞാൻ ഉണ്ടായി തുടങ്ങിയത് കാട്ടിയാട്ടെ. കൊത്തമ്പര എന്തൊരു ഭംഗിയില വരുന്നേ. അത് കാട്ടി കൊടുക്കട്ടെ ചേട്ടാ. അമരപ്പൂ പിന്നെ കൊഴിഞ്ഞിട്ടില്ല അല്ലേ. ഉണ്ടാവുന്ന വിചാരിക്കുന്നു. എന്തൊരു ഭംഗിയായിട്ട് തെക്കണേ. അപ്പൊ ഞാൻ കണ്ടോ ഉണ്ടായി തുടങ്ങിട്ടാ. ഇതേപോലെ ഉണ്ടാവുക. ഒരു ഒരെണ്ണത്തിമേലെ കണ്ടോ ഒരു 4-5 ഇങ്ങനെ കൊലകളായിട്ട് ഇങ്ങനെ വരും. ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാരണം ഈ മഴക്കാല സീസണിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇവരേക്ക്. അങ്ങനെ നശിക്കൊന്നുമില്ല കേട്ടാ. അപ്പോൾ പേളിക്കുട്ടി ഷായറിൻ്റെ അടുത്തെത്തി. ഞാൻ പറമ്പിൽ പോയിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടാ. അതായത് ഇന്നിപ്പോൾ കുറച്ച് പണി കൂടുതലാണ്. വേറെ ഒന്നല്ല, മോൻ ഇപ്പോൾ വെക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ നോൺ വെജ് ഇതാണ് കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലത്തല്ല.
അപ്പം ഞാനിതാ പോർക്ക് ഇതേപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചതിന് ശേഷമാണ് ഞാൻ കനം കുറച്ച് നുറുക്കാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതാ കുറച്ച് ചിക്കൻ മസാലയ്ക്കും കൂട്ടി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വറക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇന്നലെ ഞാൻ എത്തിയത്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ ചിക്കനും കായും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഒക്കെ ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഷായട്ടിനാണെങ്കിലോ എല്ലാം അവിടെ നമ്മുടെ ചതുരപ്പയറിൻ്റെ പന്തൽ വീണപ്പോഴേ അപ്പോൾ അത് ഒന്ന് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയ പറമ്പിലേ. ഇനിയിപ്പോൾ ഇവിടുത്തെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മുടെ റംബൂട്ടാനൊക്കെ പൊട്ടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെ കലം കുറച്ച് നുറുക്കും ഞാൻ പോർക്കിനെ വേവിച്ചതിന് ശേഷം. ഈ പോർക്ക് ഇങ്ങനെ വെക്കേണ്ട രീതിയൊക്കെ ഞാൻ മുന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കാരണേ എല്ലാവരും എന്നോട് യൂണിക് ഫാമിലി 2.0 എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തുടങ്ങിയത് തന്നെ കാരണം ഇതേപോലത്തെ ഓരോന്ന് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോയിൽ, അതായത് നമ്മുടെ യൂണിക് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പാചകങ്ങൾ ഞാൻ വെച്ച് കാണിച്ചാലും അതെല്ലാവർക്കും നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായ കാരണമാണ് നമ്മൾ ഈ വെക്കുന്ന പാചകങ്ങൾ യൂണിക് ഫാമിലി 2.0 വരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ പോർക്കിൻ്റെ വിഭവം ഒരു ദിവസം അതിലേക്ക് വേണ്ടിയിട്ട് ശരിയാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതിൽ റഫായിട്ടൊന്ന് പറഞ്ഞു തരും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കലം കുറച്ചിങ്ങനെ നുറുക്കണം. പോർക്ക് കണ്ട നമ്മൾ നുറുക്കിയത്. ഇതിൽ വെളിച്ചെണ്ണ ഒന്നും തീരെ ഒഴിക്കില്ല കേട്ടോ. നുറുക്കിയ പോർക്ക് കഷ്ണങ്ങൾ അത് അങ്ങനെ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഉരുക്കി വരുന്ന സമയത്താണ് ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ചേർത്ത് തുടങ്ങുള്ളൂ കേട്ടോ. ചിക്കനിൽ നമ്മൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടാണ്. ഇപ്പം നോക്കിയാൽ കണ്ടോ, നമ്മളൊരു തരി വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിതാ പോർക്ക് ഉരുക്കി വന്നപ്പോൾ അതിലത്തെ നെയ്യ് മുഴുവൻ ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് നെയ്യ് മാത്രമായിട്ട് ഊറ്റി മാറ്റണം കേട്ടോ. കണ്ടോ, ഇത്രയും നെയ്യ് നമ്മളിതാ ഊറ്റി മാറ്റിയിട്ടാ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പോർക്കിന് കുറേ നെയ്യൊന്നും നമ്മുടെ വയറ്റിലേക്ക് പോവില്ല. അന്ന് ആവശ്യത്തിനാണെങ്കിൽ നെയ്യ് ഉണ്ടാവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഈ സമയത്താണ് നമ്മളിലേക്ക് മസാലകൾ ഇടുക. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ സബോള തന്നെ ഇടുന്നുണ്ട് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കുറച്ച് ഒരു 3-4 സബോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയ്ക്കും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മസാലകളുണ്ടല്ലോ, അതായത് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും ഒക്കെ ഇനിയും ഇതിൽ നെയ്യ് ഉണ്ടാവും. ആ നെയ്യിൽ കിടന്ന് ഇതൊക്കെ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകമായി കിട്ടും കേട്ടോ. അതായത് നന്നായിട്ട് മൊരിയണമെങ്കിൽ ആ രീതിയിലും, അതല്ല കൂടുതൽ മൊരിയുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. നമ്മൾ നോക്കിയേ സബോള, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് നോക്കിയേ ആ മസാലയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വീണ്ടും അതേപോലെ നെയ്യ് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നീക്കി വെച്ചിട്ട് ആ നെയ്യും കൂടി ഊറ്റി മാറ്റണം. അതിന് ശേഷമാണ് നമുക്കുള്ള പൊടികളൊക്കെ നമ്മൾ ഇടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ഒല്ലർന്നിരിക്കണണ്ട. ഇതാണ് ഈ പോർക്കിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വെക്കുമ്പോൾ എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത്. ഇനി നമുക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളിലത്തെ ആ ഒരു പച്ചക്കൂത്തൊക്കെ ഉണ്ടല്ലോ അത് പോണ വരെ കേട്ടോ. അപ്പോൾ കണ്ടോ എന്ത് രസമായിട്ടാണ് ഇങ്ങനെ ഒല്ലർന്നിരിക്കും കേട്ടോ. ഈ പോർക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായി കഴിക്കാനും പറ്റും. കാരണം ആ നെയ്യൊക്കെ നമ്മൾ ഊറ്റിയെടുത്തുല്ലോ. ഈ സമയത്ത് പിന്നെ നമ്മളുണ്ടല്ലോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നോക്കിയിട്ട്. കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുന്നേ വലിയ കഷ്ണങ്ങളായിരിക്കുമ്പോൾ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. പക്ഷേ ഇതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഊറ്റി കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഉപ്പ് കുറയും. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പോർക്ക് റെഡിയായി. ഇനി ഇത് നമ്മൾ വെന്ത് എന്താ പറയുക, ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാവുന്ന പോലെ വെക്കുക. അപ്പോൾ ഇതേപോലെ കണ്ടു നെയ്യ് ഇങ്ങനെ വരും. അപ്പോൾ ആ നെയ്യ് ഊറ്റി നീക്കണം. കുറച്ച് ഇത് ചൂടാറുന്ന വരെയുള്ള ഒരു നെയ്യ് വരവാണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ഊറ്റി മാറ്റുക.
അപ്പോൾ ഇതാ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ആറിന് വരെ ഇതേപോലെ നെയ്യ് വരും. അപ്പോൾ അത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിതാ നമ്മുടെ പ്ലാറ്റിനൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ല, ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഭാഗമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ടുവരുന്ന ക്ലിനിക്കാണ് കേട്ടോ നടത്തുക, ജേക്കബ്സ് എനിമൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളിവിടെ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടൊക്കെ ആട്ടോ ഇവരുടെ കാര്യങ്ങളൊക്കെയും അറിയാറുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ ആരെങ്കിലും ഇത് വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കമൻറ്റിൽ കൂടെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടത്. പക്ഷേ കമൻറ്റുകൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് സീരിയസ് ആണ് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഡോക്ടറോട് വിളിച്ച് കാര്യം പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരാട്ടോ ചെയ്തത്. നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ പ്ലാറ്റിനും പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വിട്ടു. ആളാണെങ്കിൽ വണ്ടികൾ പോണതൊക്കെ നോക്കിയിരിക്കുക ഷൈഡിൻ്റെ അടുത്ത്. ആളിത് ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളിത് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ കാണുകയും ചെയ്യാമല്ലോ. അവൻ്റെ ഒപ്പമുള്ളവരൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ വണ്ടികൾ നല്ല ഹൈവേ ആണ്, അപ്പോൾ റോട്ടിൽ കൂടെ വലിയ വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാട്ടുകൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയുള്ളൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്ലാറ്റിനൂഡിന് പകുതി ഉഷാറായ പോലെ കേട്ടാ. നല്ല മാറ്റം വന്നവന് കണ്ടവനെ, നല്ല ചിരിച്ച മുഖമൊക്കെ അവൻ ചിരിച്ച് നിന്നൊക്കെ തുടങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവനെ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നോക്കിയേ നമ്മുടെ പ്ലാറ്റിനൂഡിൻ്റെ അമ്മേനെ കേട്ടോ, നമ്മുടെ പേളിക്കുട്ടി അറിയാത്തവർക്ക് കിട്ടോ നോക്കി അവളുടെ ഒരു പരാക്രമം നോക്കിയ പാവ ആകെ മണപ്പിച്ച് സ്നേഹിച്ച്. അയ്യോ അവള് ശരിക്കും ഞങ്ങൾ എത്ര വരെ വിഷമിച്ചിട്ട് വന്നിട്ടിരുന്നിരുന്നു. അപ്പൊ നമ്മുടെ പ്ലാറ്റിനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് എന്തിട്ടാണെങ്കിലേ അവൻ എന്തോ കണ്ടിട്ട് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടിയാണ് അവനങ്ങനെ എന്താ പറയുക ഇങ്ങനെ കരയണേന്നാ പറഞ്ഞത്. ബാക്കി അവൻ്റെ ബ്ലഡോ ബാക്കിയുള്ള ടെസ്റ്റുകളൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ആയുർവേദ ഗുളികയാണ് തന്നത്. ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഹിമാലയയുടെ ഒരു ആയുർവേദ ഗുളികയാണ് തന്നു നോക്കണേ. അതിങ്ങനെ ഡോസ് കുറച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞു നോക്കുന്നത്. ഇപ്പം അവൻ പക്ഷെ ഓക്കെ ആയി. നോക്കി ഞാൻ ആ ഭാഗം കാട്ടിയത് ഇപ്പം കളിച്ചിടക്കണം അവൻ്റെ ദേ അവിടെ നോക്കിയേ. അമ്മയുടെ പൊന്നു വായ പോവാ ഫ്ലൈറ്റിന് വിട്ട് എൻ്റെ മോനെ നേരെ നിന്ന് കാട്ടി കൊടുത്തേ. കണ്ടോ എൻ്റെ മോൻ്റെ വാലൊക്കെ വളച്ചു ഉഷാറായി. ഇവിടെ നല്ല ഉഷാറാകുമ്പോഴാണ് ഈ വാല് വളച്ച് നടക്കുള്ളേ. വാ അമ്മയുടെ പൊന്നു ഉഷാറായിന് വന്നെ, അമ്മയുടെ പൊന്നു ഉഷാറായിന് വന്നെ, അമ്മയുടെ പൊന്നു ഉഷാറായിന് വന്നെ, അമ്മയുടെ പൊന്നു ഉഷാറായിന് വന്നെ. അതെ നമ്മൾ റംബൂട്ടാൻ പൊട്ടിക്കാൻ പോവാ. നല്ല മഴ പെയ്തു. മഴ എന്താ പറയാ തോരട്ടെ എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ന് തോരാളൊരു മഴ പോലെ തോന്നണില്ല. അപ്പോൾ പൊട്ടിക്കാനായിട്ട് ഇറങ്ങി. ഷായിട്ടെന്താ എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ദേ കുറെ കൊഴിച്ചില്ല ഷായിട്ടാ, കണ്ടാ നമ്മുടെ മറ്റേ ഇതിലേക്ക് നിറച്ച് വീണെടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ തോട്ടിവിടെ വയ്ക്കട്ടെ ഷേട്ടാ. ഇഷ്ടം പോലെയാ ദേ ഒക്കെ കൊഴിഞ്ഞിട്ട് നോക്കിയേ. അതെ ഷായട്ടിനെ ഉണ്ടല്ലോ വന്നിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം എന്നിട്ടാന്നറിയോ, നമ്മുടെ ഈ നെറ്റ് കെട്ടിയിട്ടില്ലേ ഇതിൽ ഫുള്ള് ഇവര് വീണ്ടും തിന്നു. കാരണം നമുക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് തന്നിരുന്നത്. പക്ഷെ അണ്ണന്മാർക്കൊക്കെ ഓട്ട ഉണ്ടാക്കിയിട്ട് അവര് പല സ്ഥലത്ത് കയറി പോയിട്ടുണ്ട്. ഇവിടെ ഓട്ട ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. അതെ എടുക്കണതാ. ഇതിനുള്ളിൽ നോക്കിയേ അത്ര അധികം എടുക്കണേ. അതല്ല അതില് പുതിയതും പഴയതും ഒക്കെ ആയിട്ടുണ്ട്. ഇതൊന്നല്ല കൊഴിഞ്ഞു നോക്കണത്. ഈ ആ സൈഡിലത്തെ നെറ്റില് നോക്കിയേ. അയ്യോ അതിൽ കൊഴിഞ്ഞെടുക്കാണ്ട് നമുക്ക് സങ്കടം വരും. കാരണം ഇവര് തിന്നിട്ട് പോണോണ്ടൊന്നും നമുക്കൊരു വിഷമമില്ല കേട്ടാ. അതായത് ഒരെണ്ണം തിന്നാണ് വരും അവര്, പക്ഷെ അവര് ഞണ്ട് കെടുക്കും നോക്കിയേ. നമുക്കാണെങ്കിൽ ഈ റംബൂട്ടാന്റെ 5 മരമാണ് ഇവിടെ ഉള്ളത്. അതില് ഈ മരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് ലക്ഷായിട്ടാ. ഇതെന്ന് പറഞ്ഞാലേ ഒരു 30 അടി ഹൈറ്റ് ഉണ്ട്, 30 അടി വിസ്താരം ഉണ്ട്. അപ്പൊ അത്ര വലിയ മരമാണ്. ഇതുമ്മലിന് ഇടാൻ പറ്റാണ്ടിരുന്നത് ശരിക്കും. അത് ഉണ്ടായതോ അതെ അത് അത്ര അധികം അത്രയ്ക്കധികം. അതായത് ഒരു ശരിക്കും ഒരു 100 കിലോ തന്നെ പോയിണ്ടാവും ഇതിലേക്ക്. അതായത് നമുക്ക് 5 മരം ഉണ്ടേ, 5 മരത്തുമ്പിലും കൂടി അത്രയ്ക്കധികമാണ്. നമ്മളിങ്ങനെ പറയല്ലോ, അതായത് ഒരു അതിശയോക്തി പറയാന്ന് പറയില്ലേ നമ്മള്. അങ്ങനെ പറയുകയാണെങ്കിൽ അതായത് 100 കിലോയുടെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അത്ര അധികം വീണ് പോയിട്ടുണ്ട്. എത്രയെന്ന് പറയാം, ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അല്ലേ ഇത് മിണ്ടായി ഫസ്റ്റിലുണ്ടായി നിൽക്കുന്ന സമയത്തും കാട്ടിയാന്നില്ലേ. അതേപോലെ ഈ റംബൂട്ടാന്നല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ചെറിയൊരു റംബൂട്ടാനുണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മൾ ഈ റംബൂട്ടാൻ വെക്കുന്ന സമയത്ത് അധികം വലിപ്പുണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് ഈ വലിയൊരു മരം ആവണ വരും ഇതും റംബൂട്ടാൻ ഉണ്ടാവുമ്പോ നിറച്ചുണ്ടാവുക, നിറയെ നല്ല രസമായിട്ട് അത്ര അധികം പോണവർക്ക് അറിയാതെ. അതില് നമ്മുടെ അന്ന് 2 കൊമ്പ് മുറിച്ച കാരണം
അല്ലേ? അതല്ലെങ്കിൽ ഇവിടെ സുഖമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചെറിയ റംബൂട്ടാൻ നമുക്ക് വേറെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാട്ടി കൊടുക്കട്ടെ ഷൈറ്റ്, അല്ലെങ്കിൽ നിന്റെ ഇടയിൽ മറന്നു പോകും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്കധികം തിന്നു പോയാലും നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട് ഇപ്പോഴും. അത് അതായത് നമ്മള് പറയില്ലേ, നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇപ്പൊ അണ്ണാമാരും കിളികളും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവില്ല. അതിന് കാരണം എന്താണെങ്കിൽ ഈ റംബൂട്ടാൻ ഉണ്ടാവണേക്കാളും തൊട്ട് മുന്നേറ്റ് ഉണ്ടായതാണ് നമ്മുടെ സപ്പോട്ട. സപ്പോട്ട എന്തോരായിരുന്നു, നമുക്കൊന്നും കിട്ടിയില്ല. ആ സപ്പോട്ട തിന്ന് കഴിപ്പിക്കുകയാണ് റംബൂട്ടാൻ ഉണ്ടായത്. ഈ റംബൂട്ടാൻ ഉണ്ടായിക്കൊണ്ടിരിക്കെ ഉണ്ടായ ആളാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാട്ടില്ലേ, ഇപ്പോഴും നോക്കിയാൽ നമുക്ക് കാട്ടി കൊടുക്കട്ടെ ഷേട്ടാ, ഇപ്പോഴും നോക്കിയാൽ നമുക്ക് കായ ഉണ്ടായി നിൽക്കണേ. ഈ വഴിക്ക് നമ്മൾ ഈ റംബൂട്ടാനെ വലം വെച്ചിട്ട് കിടക്കുമ്പോഴേ നോക്കി ഇവിടെ തൂങ്ങിയെടുക്കണ നോക്കിയ റംബൂട്ടാൻ. അയ്യോ എന്തൊരു നോക്ക്, പുതിയതൊക്കെ വെറുതെ കുഴിച്ചിട്ട് നോക്കതേ, നീ വെറുതെ കുഴിച്ചിട്ട് നോക്കണ കണ്ടാ. ഇങ്ങനെയാണ് നമ്മുടെ അണ്ണന്മാര്. ഒരെണ്ണം തിന്നാൻ വേണ്ടിയിട്ട് അവര് ഒരു കൊലയും തന്നെ ഞാൻ ഒരു കൊലയ്ക്കും പൊട്ടിച്ചേട്ടിട്ട് 10 എണ്ണം 12 എണ്ണം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരെണ്ണം തിന്നാൻ വേണ്ടിയിട്ടാണ് കയറുക. അപ്പൊ ബാക്കി ഒരെണ്ണം തിന്നേണ്ട 5 എണ്ണം അടിയിലേക്ക് പൊഴിയും. അങ്ങനെയാണ്. അപ്പൊ നോക്കിയത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് നിൽക്കണേണ്ട. അതിപ്പോ റംബൂട്ടാൻ തിന്നാനുള്ള കാരണമാണ് മിറാക്കിൾ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കണേ. ഇതേ ഉണ്ടോ ലേശായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ചല്ലോ അല്ലേ, അപ്പോഴേക്കും എന്താ അടുത്തത് വീണ്ടും പഴുത്തു. നല്ല രസാട്ടാ, കണ്ടപ്പോ പൊട്ടിച്ചിട്ടാന്ന് തോന്നുന്നു. വേണ്ട ഷേഡിനെ ഷേഡും പൊടിക്കണ്ട. അയ്യോ എന്ത് രസാന്നറിയോ, നല്ല രസാട്ടാ. നമുക്ക് തന്നെ പറമ്പിടിക്കാറിങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് തിന്നാൻ തോന്നും. അപ്പൊ പിന്നെ നമ്മുടെ കിളികളി അണ്ണാമാരൊന്നും പണ്ട് കാര്യമില്ല. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് വേനലാകുമ്പോഴേക്കും നമ്മുടെ പയറൊക്കെ ഉണ്ടായി തുടങ്ങും. അപ്പൊ അവര് നേരെ പറമ്പിടിക്ക് കിടക്കും. അങ്ങനെ അവരിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുക. റംബൂട്ടാൻ ഉണ്ടായി കഴിയുമ്പോഴേക്കും പേരമ്മ നിറച്ച് കായ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പഴുത്തു തുടങ്ങും. അങ്ങനെ നമ്മുടെ കുഞ്ഞു റംബൂട്ടാനായിട്ടൊന്നുമില്ലല്ലോ, ചെറിയതായി അതുമ്പി നിറച്ചാ. കണ്ടോ, ഇതാണ് ഒരു കുഞ്ഞ് റംബൂട്ടാൻ്റെ മരം. ഇതുമ്മ നോക്കിയേ നിൽക്കണേ, ഇതേ ഇതിൻ്റെ അടിയിലത്തെ ചില്ലമ്മ നോക്കിയേ, കണ്ടോ. അതേപോലെ ആകെ ഒരു കുഞ്ഞിതാ കണ്ടോ, ഇത് വെക്കും കണ്ട. ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പീനട്ടാ. പീനട്ട് ഇതേ ഇപ്പൊ നിറച്ച് പൂത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് കായ ഉണ്ടായി കഴിഞ്ഞോളൂ, അതേ പൂത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ വെച്ചിട്ടുള്ളോ? അതന്നെ അടിയിലേക്കൊക്കെയാണ് റംബൂട്ടാൻ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ അവിടെ. ഈ റംബൂട്ടാൻ വെച്ചാ പിന്നെ ബാക്കി എല്ലാത്തിനും നിറച്ച് കായ ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതുമത്തെ ആദ്യം പൊട്ടിക്കാം. വല വെച്ചിട്ട് നോക്കാം നമുക്ക്. ആബുരാണ് കെട്ടിയിട്ടുള്ളത്, അത് കാരണം നമുക്ക് കറക്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പിടിച്ച് വലിച്ചാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് താഴെ നമുക്ക് പൊട്ടിക്കാതെ. അപ്പൊ എന്തായാലും ഞാൻ എടുക്കാം, മറ്റത് വെറുതെ കിടന്നിരുന്ന ഒരു ഇതായിരുന്നു. കൊലകളായിട്ട് പൊട്ടിക്കണം നമുക്ക്. ഇത് ഇവിടേക്കും കേട്ടോ, ഇത് ഇവിടേക്ക് നോക്കിയേ. അതില് നോക്കിയേട്ടാ ഒരു കാര്യം കാട്ടിയരാട്ടാ. നമ്മുടെ ഈ റംബൂട്ടാൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, തിന്നിട്ട് തോട് മാത്രമായിട്ട് നിങ്ങൾ നോക്കിയേ, കണ്ടോ. അപ്പൊ നമുക്ക് ഇനി പൊട്ടിക്കാൻ തുടങ്ങിയല്ലോ ഷൈട്ടാ. വലയ്ക്ക് ഊരട്ടെ അല്ലേ, അടുത്ത മഴ വരുന്ന തുടങ്ങി. അപ്പോഴേക്കും പൊട്ടിക്കാം നമുക്ക്. ഈ ഷീറ്റ് നമുക്ക് റംബൂട്ടാനെ പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തതാ. അത് വിരിച്ചിടാം ഷീറ്റ്. എടുക്കണ അതന്നെ ലാഡ് എടുത്തോട്ടെ, ഞാൻ കൊണ്ടുവരാം. കത്തരാട്ടാ, ഞാൻ ലാഡർ കൊണ്ടുവരാം. അതെ, നെറ്റ് നീക്കാണ്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. കൊടയുന്ന പോലെ ശരി തന്നെയാ. എന്തോ നോക്ക് അവര്. എന്തായാലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, നിങ്ങക്ക് ഭക്ഷണത്തിനൊരു ക്ഷാമം വരില്ല ഒന്ന് പറഞ്ഞിട്ട് വിട്ടോക്കണം തന്നെ തോന്നുന്നുണ്ട് അവരെ. അത് മാത്രല്ല കേട്ടാ, നമുക്കാണെങ്കിലോ നമുക്ക് കുറേ പേർക്ക് കൊടുക്കാണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിക വന്ന് നോക്കണേ. നീ കാണുമ്പോൾ ഉണ്ട് കുറേയൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അവരൊക്കെ എത്ര തിന്ന് പോയാലും ഒരു രക്ഷയില്ലല്ലോ ഷൈട്ട്. എത്ര മതി, അതയച്ച പോരോ? വാ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോഴത്തെ രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി കെട്ടിരിക്കുക. അപ്പൊ അങ്ങനെ വെട്ടിയൊക്കെ ഷൈട്ടാ. അങ്ങനെ ഞാനും ഷൈറ്റിന് ശരിക്കും റംബൂട്ടാൻ പൊട്ടിക്കാൻ വരുന്ന വന്നിട്ട് എന്തോരം പണിയെടുക്കണേ. അടുത്തത് ഇതൊന്ന് കാട്ടിയേ നോക്കിയേ, ഇതിലേക്കൊന്ന് നോക്കിയേ, കണ്ടോ ഇതിലിപ്പോ ആ പുതിയതൊക്കെ തിന്നത്. അതിലൊക്കെ നോക്കിയോട്ടെ, അതിൽ കൊഴിയുമ്പോ മനസ്സിലാവട്ടെ. കണ്ട കണ്ട കുരുക്കള് കണ്ട, എല്ലാ ടൈപ്പിലും ഉണ്ട്. നമ്മളെ പറ്റിക്കും. നമ്മൾ വിചാരിക്കുന്നത് നല്ലതാന്ന് വിചാരിച്ചിട്ടാ എടുത്ത് നോക്കുമ്പോഴോ ഇങ്ങനെയാണ് കണ്ട, കുഞ്ഞിരോട്ടാ ഇങ്ങനെ കിടക്കണ വിചാരിക്കും. നമ്മളിങ്ങനെ ഞണ്ടെടുക്കുമ്പോൾ വിചാരിക്കും ഇത് റംബൂട്ടാനാന്ന്. ഇതിൽ ചിലപ്പോ കുറെ തോടായിരിക്കും കേട്ടാ, പൊട്ടിച്ച് താഴെയിട്ടാലും അറിയണല്ലോ. അപ്പൊ ശരിക്കും കുറച്ച് ചെറിയൊരു യുദ്ധം കൂടി നടത്തിയിട്ടാട്ടപ്പൊ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് കയറി പോണത്. ആ അങ്ങോട്ട് കണ്ടാണെങ്കിൽ കഴിഞ്ഞ വീടേ ഒന്നാമത് മഴ ഇപ്പൊ മണ്ണെന്നെ കുതിർന്ന് നിക്കണ കാരണേ എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട്. നോക്കിയേ, ഈ നെറ്റിന്റെ ഉള്ളിൽ കുറേ കാര്യം കാണൂലല്ലേ ശരിക്ക്. കൊട്ട ഷൈഡ് മുകളിൽ വെക്കാൻ പറ്റും ഷൈഡാ, അല്ലെങ്കിൽ ഞാൻ കൈ വിടുമ്പോഴേ ഈ ഇതിന്റെ ബാലൻസ് പോയി നമ്മുടെ. കുറേ ഉണ്ട് കേട്ടോ പൊട്ടിക്കുക. അത് കാരണം തന്നെ കുറച്ച് സമയം പിടിക്കും ചെയ്യും പൊട്ടിച്ച് കഴിയാൻ. വലിയ വലിയ തോടുകളാണ് പക്ഷേട്ടാ, ചിലത് തോടായിട്ട് നിൽക്കണ്ടാവൂല്ലേ. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കണേ നമ്മുടെ ഇതൊന്നും പോയില്ലായിരുന്നെങ്കിൽ അല്ലേ. പക്ഷെ അപ്പഴത്തെ കൊമ്പൊടിഞ്ഞു വീട്ടാ, അങ്ങനെ വരാലോ. അതന്നെ, അല്ല അവര് കഴിച്ചോട്ടെ. ഈ സൈഡിലുണ്ട് ചേട്ടാ, കണ്ടിട്ടുണ്ടല്ലേ. തീരുമാനമായി എന്റെ കാര്യം. ദൈവമേ തലയിലേക്കൊരു കൊമ്പ്. നമ്മളും പിടിച്ചിക്കാൻ പറ്റില്ല. ഷായിട്ട് അടിയിൽ ഞാനുണ്ട്. വേണ്ട കേട്ടോ, എനിക്ക് വേണ്ട. വേണ്ട 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 ഷായിട്ട് കഴിച്ചു വേണ്ട. ഷായിട്ട് പതുക്കെ പിടിച്ചിറങ്ങി വെക്കോ. കാരണം ചിലപ്പോ എനിക്ക് കൊട്ട തരുന്നോട് കൂടിയിട്ട് ഞാന് ഈ ലാഡർ തീരെ ശരിയല്ല ഇരിക്കുന്നത്. അത് ഇപ്പൊ മഴയും കൂടി പെയ്ത കാരണേ അങ്ങനെ നമ്മളിതാ കണ്ടാ എന്ത് ഭംഗിയാ നോക്കിയല്ലേ. അതെ കൊറേ നേരം ഷായിട്ടും പൊട്ടിക്കുന്നു. അപ്പൊ ഞാനൊന്ന് അടുത്തത് കുറച്ച് ഞാൻ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. നോക്കി നോക്കും, എന്നെ കൊണ്ട് പറ്റിയില്ലേ ഷായിട്ടിന് എന്നെ കയറേണ്ടി വരും. പക്ഷെ എല്ലാ കൊല്ലം ഞാനിങ്ങനെ പൊട്ടിക്കാറുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് കയറിയത്. അയ്യോ എന്തായാലും പോയി. കുട്ടികളുണ്ടല്ലോ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരിതിൽ പോകണുണ്ട്. എനിക്ക് തോന്നി അവർക്കും കഴിക്കാൻ കൊടുക്കാന്ന്. വീഡിയോ എടുക്കണ്ട്. നിങ്ങളെ കാണിക്കണ? അവരെ കാണിക്കാനാ പറയണേ. കാണിക്ക്. എന്നാ രണ്ട് കയ്യിൽ നിറച്ചു തരാം. ഒരു കൈ കാട്ടിയതിനെ കൊണ്ടുപോവാ. അല്ലേ കൊല തരട്ടെ? അപ്പൊ അവർക്കും കൊടുത്തോട്ടെ. അവരങ്ങോട്ട് പോയിണ്ട്. എന്താ പേര് നിങ്ങളുടെ? മീൻ കിട്ടണ്ട? എത്ര ദിവസമായി വന്നു തുടങ്ങിയിട്ട് മീൻ പിടിക്കാൻ? ഇന്നലെ കിട്ടിയാ?
നോക്കി നോക്കും പൊക്കോളോട്ടാ. പാമ്പുണ്ടേ പാമ്പ്. ആ ഇവിടെ പാമ്പുണ്ടുണ്ണിയാന്നേ, ശ്രദ്ധിച്ചോളോട്ടാ. വെള്ളം നിറഞ്ഞെടുക്കണ്ട്. അയ്യടാ യൂണിക് ഫാമിലി. ആ നിങ്ങളുടെ വീട് എവിടെയാ? ആ അതെ. ഞാനേ പൊട്ടിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലാട്ടെ പൊട്ടിക്കല്. അപ്പൊ ഷായിട്ട് എന്തോരം നേരം നിന്ന് പൊട്ടിക്കണം. അപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് ഇപ്പഴാണ് മനസ്സിലാവണേ. എന്തായാലും ഈ കോട്ടയുടെ പകുതിയോളം ഞാൻ പൊട്ടിച്ചു. എന്തായാലും ഷായട്ടിന്റെ യോഗം പൊട്ടിക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. കാരണം ഷായിട്ട് കുറേ നേരമായല്ലോ വെച്ചിട്ടുണ്ട് ഞാൻ വാശി പിടിച്ച് ഞാനും കൂടി പൊട്ടിക്കാന്ന് പറഞ്ഞ് കയറിയത്. പക്ഷെ വിചാരിച്ച പോലെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പൊട്ടിക്കാം. ആയും പോലെ പൊട്ടിച്ച് ഞങ്ങള് ഇറക്കുമല്ലോ. അതും ഒരു സിനിമയില് പറയില്ലേ, മോഹൻലാല് പറയില്ലേ, ചോദിച്ചു പോവാന്ന് പറയില്ലേ, അതേമാതിരി ഞങ്ങള് പൊട്ടിച്ച് പൊട്ടിക്കാനൊക്കെ രസമല്ലേ ഷൈഡാ? ഇങ്ങനെ നമുക്ക് കയ്യും കാലൊക്കെ കഴിക്കുന്നുള്ളൊരു പേടിയുള്ളോ? എന്താ ഭംഗി എന്താ. അയ്യോ ഒരു കാര്യമില്ല, വലിച്ചിടേണ്ട വേണ്ടി വരും അല്ലേ? സാരില്ല, ഷൈഡ് വലിച്ചോട്ടെ, ഞാൻ പറിക്കാമല്ലോ. ഷൈഡ് വലിച്ചിട്ട് പോക്കോ, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും കഴിയില്ല. ഇപ്പോഴെല്ലാം എന്തോ 2 മണിക്കൂറിനേക്കാൾ അധികമായി ഞങ്ങളിവിടെ വന്നിട്ട് ഈ റംബൂട്ടാൻ്റെ അടിയിലേക്ക് വന്നിട്ട്. ഷൈഡ് വലിച്ചിട്ട് പോക്കോ, ഞാൻ പറിക്കില്ല. ചുട്ടോ പിടിക്കട്ടെ. ആ വിട്ടോ. അയ്യോ വീണു. വെളുപ്പല്ലേ? അയ്യോ അതല്ല കണ്ടോ വെളുപ്പം നോക്ക് നമ്മുടെ റംബൂട്ടാൻ്റെ. ഇതേപോലെ ആയിട്ടാ അത് ശരിക്ക് മൂത്ത് നിർത്തി പഴുപ്പിച്ച് വരുമ്പോ ഈ ഒരു വലിപ്പം വരും. അതെ, എത്ര കൊട്ടകളപ്പൊ നമ്മള് പൊട്ടിച്ചിട്ട് നമ്മളെന്നെ നോക്കിയിട്ടില്ല കേട്ടാ. അത്രയും പൊട്ടിക്കൽ കഴിഞ്ഞു. പക്ഷെ ഷായേട്ടനെ നോക്കിയേ, ഷായേട്ടൻ ശരിക്കും വയ്യാണ്ടേ പാവം. ഇങ്ങനെ എന്താ പറയാ, കുട്ടികൾക്കൊന്നേ നമ്മള് പൊട്ടിക്കണ ഒരു ഏഴൊന്നും കിട്ടണില്ല. ഷായേട്ടന് തന്നെയാണ് ഏതാണ്ട് മാക്സിമം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കണ്ട വന്നേ. കണ്ട ഈ ഒരു സൈഡ് തൊട്ടിട്ടില്ല. അത് ഇനി നാളെ പൊട്ടിക്കണല്ലോ ഞങ്ങള്. ഇപ്പൊ ദാ ഈ ഒരു കൊട്ടം കൂടിയും പറക്കിടാണ്ടാവും. താഴത്ത് അത്ര ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഷേട്ടൻ. കണ്ട ഇതൊക്കെ പറക്കിടാനുള്ളതാ. ഇതേം കൂടെ ഒക്കെ എടുക്കാണ്. അപ്പൊ ഞാനിതാ ഈ ഒരു കൊട്ട അവിടെ കൊണ്ടിട്ടിട്ട് ആ ഒരു കൊട്ടയും കൂടി കൊട്ടയിലേക്ക് ഉണ്ടാവും. ഇതിൽ പൊട്ടിക്കും തോറും കൂടി വരുന്ന പോലെ. അപ്പൊ നമ്മുടെ റംബൂട്ടാൻ നമ്മളിതാ പൊട്ടിക്കൽ നിർത്തിയതാട്ടാ, കഴിഞ്ഞിട്ടല്ല. ഷായേട്ടൻ നോക്കിയേ, ഷായേട്ടൻ പാവം അത്രയും വയ്യണ്ടായി. അപ്പൊ ഷായേട്ടൻ അവിടെ വന്നിരുന്നു. അയ്യോ ഇരുന്നത് അതന്നെ. അയ്യോ എന്ത് മതിയല്ല കഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നേ.
ഇങ്ങനെ പൊട്ടിക്കില്ലേ? കഴിഞ്ഞ വർഷം കൂടി ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഓരോ കൊല്ലം ചെല്ലുന്നോറും മരം വലുതായി വലുതായി വരിക. അപ്പം എല്ലാവരും പറയുന്നത് വെട്ടാനാണ്. പക്ഷേ ഈ നമ്മുടെ ഈ റംബുട്ടാൻ്റെ മരം വെട്ടിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരെണ്ണം നമ്മുടെ അതിൻ്റെ പേര് എന്നിട്ട് ചേട്ടാ സപ്പോട്ടയാണ്. പിന്നെ ഒരെണ്ണം നമ്മുടെ റെഡ് വയലറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മരമാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ റംബുട്ടാനെ കവർ ചെയ്ത് പോവും. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാവാണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വെട്ടാണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഓരോ കൊല്ലം ചെല്ലുന്നവരും പൊട്ടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വട്ടം നമ്മൾ പൊട്ടിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തു. അടുത്ത വർഷം നമ്മൾ റംബുട്ടാൻ പൊട്ടിക്കാൻ ആരെങ്കിലും വിളിക്കുള്ളൂ എന്ന്. ചക്കും മായൊക്കെ ഇടാനും പൊട്ടിക്കാനൊക്കെ നമ്മൾ ഇവിടെ ഒരാളെ വിളിക്കാറില്ല. പെട്ടെന്ന് കഴിയുന്നുള്ള ഒരു ഇതായിരുന്നു. അത് നടന്നില്ല. ഇല്ല പിന്നെ കൈ ഇങ്ങനെ നിൽക്കല്ലേ, പിന്നെ ഇങ്ങനെ തലയും ഇങ്ങനെ മുകളിലേക്ക് കിട്ടും പറ്റാണ്ട് ഐശായിട്ടിന്. അപ്പോൾ ശരിക്കും പൊട്ടിക്കുകയാണെങ്കിൽ ഇനിയും പൊട്ടിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി കിട്ടും. പിന്നെ നാളെയൊക്കെ ആയിട്ട് ഞങ്ങൾ പൊട്ടിക്കും, അല്ലെങ്കിൽ മറ്റാളെ വിളിച്ചിട്ടായാലും പൊട്ടിക്കുള്ളൂ, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ്റെ വലിപ്പം അറിയണ്ടേ? ഇടയിൽ കാട്ടി തന്നു വന്നാലോ? നമ്മൾ എടുത്തിട്ട് കയ്യിലേക്ക് വേണ്ട, നല്ല വലിപ്പാ. ഇതല്ലാതെ ഈ ഒരു കളറാവാൻ നിൽക്കുകയാണെങ്കിലേ കാണാനൊക്കെ ഭംഗിയാവും, പക്ഷെ നമുക്കൊന്നും തിന്നാൻ കിട്ടാണ്ടാവും. അത് കാരണം കൂടിയാ. വരാട്ടാ പട്ടാള, ഇപ്പൊ വരാം. കഴിഞ്ഞു. ഓ കൊറേ നേരമല്ലേ ഫ്ലൈറ്റിലൂടെ കറിയാ. വരാം. നല്ല വലിപ്പമുള്ള നല്ല റംബുട്ടാൻ എനിക്കാ. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ പെട്ടെന്ന് വാങ്ങിക്കാൻ. നമ്മുടെ റംബുട്ടാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടിച്ചാലും കടിച്ചില്ലെങ്കിൽ നമ്മുടെ കുരു ഇതേപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന്. കുരുമ അങ്ങനെ പിടിച്ചിരിക്കില്ല, അടർത്തിയെടുക്കാം ലേശായിട്ടാ. അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകത. അത് മാത്രല്ല ഒരെണ്ണം തിന്നു തുടങ്ങുമ്പോഴേ നിർത്താനും തോന്നില്ലല്ലോ, ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ തോന്നും. അത്ര രസമാണ്. അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അത് കാണുമ്പോഴന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നു. എന്തായാലും ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മാതിരി നല്ലത് ശരിക്കും. നമ്മൾ പുറത്ത് കാണുന്നില്ലാട്ട് ഇതേപോലത്തെ. അത് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവച്ച് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ റംബുട്ടാൻ നല്ല റംബുട്ടാനാണ് അല്ലേ. ഇത് പേരും അറിയില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ പലരും ചോദിക്കും പേര്, പക്ഷെ പേരും അറിയില്ല. ഇതൊരു 8 വർഷം മുമ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അന്ന് ഒരു നഴ്സറിയിൽ നിന്ന് അന്ന് മേടിച്ചൊരു റംബുട്ടാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറിയില്ല കറക്റ്റ്. നമ്മുടെ മറ്റേ ചെറിയ റംബുട്ടാൻ അളിയുമ്പോഴത്തേക്കും നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ കയ്യെത്തും. പഴുക്കണത് ഞങ്ങൾ പൊട്ടിച്ചെടുക്കാട്ടെ ചെയ്യണേ. വരുന്നുണ്ട് അതന്നെ. അപ്പൊ ഷായിട്ടൻ ഇത് പണിസ്ഥലത്തേക്കല്ലേ കൊടുക്കണേ അവര്? ഒരു കൊട്ട വേണം പണിസ്ഥലത്തേക്ക്. അപ്പൊ അത് ഷായിട്ടും കൊണ്ടു. ഞാൻ എണീക്കിട്ടെ പിടിച്ച ഇവിടെ ചരലില്ല കണ്ടേ താന്നു പോയി. ഞാനേ കവർ എടുത്തോണ്ടിട്ടോ. അപ്പം കാരണം ഷായിട്ടാ ഞാൻ കുറച്ച് കവർ എടുത്തിട്ട് പറ്റേട്ടോ. അപ്പോൾ അതെ ഇപ്പം തന്നെ കവറിലാക്കിയിട്ടേ ഇത്രയും റംബുട്ടാൻ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ട് പോലും ഒരാൾ പോലും ഈ ഭാഗത്തുള്ളൊരു പൊട്ടിക്കില്ല കേട്ടോ. ഒരു കുട്ടികൾ പോലും പൊട്ടിക്കില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ അടുത്ത് വീടുകളിലേക്ക് കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കസിൻസിനും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആക്കാൻ പോവാ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കൊടുക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ ആക്കിയിട്ടാ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. മോൻ്റെ ഫ്രണ്ട്സോട് വരും, അപ്പോൾ അവർക്കും കൊടുക്കണം.
അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ഇത് ഇത്തിരി പച്ച പോലത്തെ, അതാണ് അത് നീക്കി വെച്ചത്. ഈ ചല്ലിലിരുന്നിട്ട് കാലിൻ്റെ അവിടെ വേദന എടുത്തു. ഇപ്പം തന്നെ കൊടുക്കാൻ പോവാ. ഇനി നമുക്കുള്ളത് കൊണ്ട് പോട്ടാ വീട്ടിലേക്ക്. അമ്മയുടെ പട്ടാളോ, അമ്മയുടെ പൊട്ടിക്കണ്ടാലോ. ഞാനിതാ വീണ്ടും നമ്മുടെ റംബുട്ടാൻ്റെ അടിയിലേക്ക് വന്നുട്ടാ. വേറെ ഒന്നല്ല, കണ്ടോ കുറേ നമ്മൾ ഈ വലയിൽ കിടന്നതൊക്കെ കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അടിച്ച് കോരി ഇതിനെ കടക്കിലേക്ക് തന്നെ ഇടണം. കുറേ ഉണ്ട്. അപ്പോൾ തട്ടി കൊഴിക്കാൻ പറ്റുന്നതൊക്കെ വീണ്ടും ഇതിലുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പം മഴയായിരുന്നേ ഇതിലൊക്കെ കൊതുകുകളുടെ ശല്യം കൂടും. നമുക്ക് തന്നെ വല്ല അസുഖങ്ങൾ വരെ ഇതൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ അടിച്ച് കോരി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റംബുട്ടാൻ്റെ കടക്കിലേക്ക് കോരിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുമ്മായിട്ട് വയ്ക്കും. അപ്പം പിന്നെ കൊതുകിൻ്റെ ശല്യം വരില്ല. ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ. എന്തോരാ ദൈവമേ, നമുക്കാണ് നല്ല പണിയാ. കാരണം കണ്ടതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിറച്ച് കൊഴിച്ചിട്ടത് നെറ്റിൽ മുഴുവൻ വീണ് കിടക്കായിരുന്നു. ഇത് കൂട്ടി വരുമ്പോൾ നോക്കിയോളൂ കേട്ടാ, അത്ര അധികം ഉണ്ടാവും. അതൊക്കെ വാരിയിലേക്ക് എത്തേ. അങ്ങനെ നമ്മുടെ വലിയൊരു അധ്വാനമുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് റംബുട്ടാൻ പൊട്ടിച്ചിട്ട് നോക്കി, റംബുട്ടാൻ്റെ കാരണം നോക്ക്. നമ്മുടെ റംബുട്ടാൻ അടിച്ചു വാരിയിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ അത്രയും കിലോ കണക്കിന് റംബുട്ടാനാണ് നമുക്ക് വീണ് പോയത് ഈ വർഷം. പക്ഷെ ഇത്രയും റംബുട്ടാൻ വീണ് പോയില്ലെങ്കിലോ നമ്മുടെ റംബുട്ടാൻ ഒരു അത്ഭുത റംബുട്ടാനായി. അതേപോലെ ഉണ്ടാവും ചെയ്തേനെ. അങ്ങനെയുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷയാലും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പോൾ ജൂൺ 6 ബർത്ത്ഡേ ആയിരുന്നു സുമ ബാലകൃഷ്ണൻ്റെ. അപ്പോൾ അതായത് സുമേച്ചിയുടെ. അപ്പോൾ ജൂൺ 6 ബർത്ത്ഡേ ആഘോഷിച്ച സുമേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. അനിത പ്രവീൺ, ഹായ് അനിത. ലൂർദ ആൻ്റണി, ഹായ് ലൂർദ. ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല, അതായിട്ട് ഞാൻ പേര് വിളിച്ച് ഹായ് പറഞ്ഞത്. ഇനി നമ്മുടെ ബാക്കിയുള്ള സ്റ്റേഷനിലേക്ക് പോകാട്ടാ. അയ്യോട്ടാ, ഉച്ചയിലത്തെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പക്ഷേ നമ്മൾ റംബുട്ടാനിലേക്ക് പൊട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോഴേ നേരെ ഒത്തിരിയായി. അതായത് വിശപ്പ് ചത്തു എന്ന് പറയില്ലേ, അങ്ങനെയായി. പിന്നെ റംബുട്ടാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തിന്നിരുന്നു. റംബുട്ടാൻ തിന്നു. പിന്നെ ഭയങ്കര ക്ഷീണിതരായിട്ട് നിൽക്കണത്. അതായത് നമ്മൾ ചെയ്യാത്ത പണിയല്ലേ ഈ ഇങ്ങനെ പൊട്ടിക്കല്. ഇതെന്നെ മോളിൽ നോക്കിട്ട് ചായയുടെ ശരിക്കും അവസ്ഥയുണ്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി ചമ്മന്തി ഞാൻ അരച്ചു കൊടുത്ത് പ്രതീക്ഷിക്കാത്ത അരച്ചതാട്ടാ. എന്നിട്ട് ദോശ. ആ പിന്നെ നമ്മുടെ പോർക്ക് അതെന്തായാലും ടേസ്റ്റ് പറയണല്ലോ നമ്മൾ വെച്ചത്. ഇത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങളും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാട്ടാ ഇന്ന് പോർക്കും ദോശയും തക്കാളി ചമ്മന്തിയും കഴിക്കുന്നത്. ദോശയ്ക്ക് സ്മിത പറഞ്ഞോണ ആദ്യമായിട്ടാക്കണ കാരണേ ഒരു വ്യത്യാസം ഉണ്ട് ശരിക്കും കഴിക്കുമ്പോ. നിർത്തല്ലേ? അപ്പൊ
അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിരിക്കും.